അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. ബഹുമാന്യരായ ശ്രോതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകരിലൂടെ നമ്മെ അറിയിക്കുന്ന വളരെ ഗൗരവമുള്ളൊരു വചനമാണ് നിങ്ങൾ കേട്ടത്. പ്രവാചകരെ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ് എങ്കിൽ എന്നെ നിങ്ങൾ പിന്തുടരുക, എങ്കിൽ അള്ളാഹു നിങ്ങളെയും സ്നേഹിക്കുന്നതാണ്. കർമ്മശാസ്ത്ര രംഗത്ത് നാം ശ്രദ്ധിക്കേണ്ടതായ ഒരു വിഷയമാണ് ഇവിടെ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. നാമെല്ലാം തന്നെ കൃത്യതയോടുകൂടി നമസ്കാരം നിർവഹിക്കുന്നവരാണ്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൃത്യതയോടുകൂടിയുള്ള മാതൃക പിൻപറ്റിക്കൊണ്ട് ജീവിക്കണം, പിന്തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ നമസ്കാര സമയത്ത് പലരിലും ശ്രദ്ധ കാണാത്ത ഒരു വിഷയമാണ് നമസ്കരിക്കുന്നവരുടെ മുന്നിൽ ഒരു മറയുണ്ടായിരിക്കണം എന്നുള്ളത്. സുത്ര എന്നാണ് സാധാരണയായി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ അതിന് പ്രയോഗിക്കാറുള്ളത്. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിച്ചു, ലാ തുസല്ലി ഇല്ലാ ഇലാ സുത്രത്തിൻ. ഒരു മറയിലേക്ക് ചേർന്ന് നിന്നുകൊണ്ടല്ലാതെ നിങ്ങൾ നമസ്കരിക്കരുത് എന്ന് പറഞ്ഞത് നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ഇബ്നു ഖുസൈമ റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ തന്നെ ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇദാ സ്വല്ല അഹദുക്കും ഫൽ യുസല്ലി ഇലാ സുത്രത്തിൻ വൽ യദുനു മിൻഹ. നിങ്ങൾ നമസ്കരിക്കുകയാണെങ്കിൽ ഒരു മറ സ്വീകരിച്ചുകൊണ്ടായിരിക്കണം നമസ്കരിക്കേണ്ടത്, മറയിലേക്ക് അടുത്ത് നിൽക്കുകയും ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒറ്റക്ക് നമസ്കരിക്കുന്നവരും അതുപോലെ തന്നെ ജമാഅത്തായി നമസ്കരിക്കുന്നവർ ഇമാമിൻ്റെ മുന്നിലും മറ സ്വീകരിക്കുക എന്നുള്ളത് വളരെ കണിശമായി കൊണ്ട് പറയുന്ന ഹദീസുകളാണ് ഇവ രണ്ടും തന്നെ. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പള്ളിയിൽ അതിനു വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുന്ന പല പള്ളികളുമുണ്ട്. അത് സന്തോഷകരമാണ്. എന്നാൽ അതിന് സാധിക്കാത്തടത്ത് ഒന്നുകിൽ ചുമരിൻ്റെ അടുത്തേക്കോ അതല്ലെങ്കിൽ തൂണുകളുണ്ടെങ്കിൽ ആ തൂണുകളുടെ അടുത്തേക്കോ എവിടെയാണോ എങ്ങനെയാണോ നമുക്ക് ഒരു മറ നമ്മുടെ മുന്നിൽ ഉണ്ട് എന്നുള്ള ആ ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അത് നിർബന്ധമാണോ എന്നുള്ള വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും ശക്തമായ സുന്നത്താണ് എന്നുള്ളത് കൽപ്പനാസ്വരത്തിൽ പറഞ്ഞ ഹദീസും അതുപോലെ തന്നെ മറയിലേക്ക് ചേർന്നുകൊണ്ടല്ലാതെ നമസ്കരിക്കരുത് എന്നുള്ളത് അത്രയും താക്കീത് നൽകിയ ആ രണ്ട് സ്വരങ്ങൾ അതാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ ജമാഅത്ത് നമസ്കാരത്തിൽ ഇമാമിൻ്റെ മുന്നിൽ മറയുണ്ടായാൽ മതി. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ മരുഭൂമിയിൽ വച്ച് പെരുന്നാൾ നമസ്കാരങ്ങളും മറ്റും നിർവഹിക്കുന്ന സമയത്ത് മുന്നിൽ എന്തെങ്കിലും ഒരു മറ സ്വീകരിക്കുന്നതിനു വേണ്ടി അതിനുള്ള പ്രത്യേകമായ വസ്തു കൂടെ കൊണ്ടുപോകുവാൻ നിർദ്ദേശിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ സുത്രത്തുൽ ഇമാമി സുത്രത്തുൽ മഅ്മൂമീൻ, ഇമാമിൻ്റെ മുന്നിലുണ്ടാകുന്ന മറ അത് ആ ജമാഅത്ത് നമസ്കാരത്തിൽ മഅ്മൂമുകൾക്ക് എല്ലാവർക്കും തന്നെ അത് മതിയാകുന്നതാണ്. എന്നാൽ ഈ വിഷയത്തിൽ ചിലപ്പോഴെങ്കിലും നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുമ്പോൾ ഒന്നാമത്തെ സൊഫിൽ ഇമാമിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകൾ ചുമരിനോട് അടുത്ത് നിന്നുകൊണ്ട് മറ സ്വീകരിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന ചിലരെങ്കിലും ജമാഅത്ത് നമസ്കാരം കഴിഞ്ഞു റവാത്തിബ് സുന്നത്ത് പള്ളിയിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ പിന്നിലേക്ക് ഇറങ്ങി നിന്നുകൊണ്ട് മറ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ പലപ്പോഴും കാണാറുണ്ട്. നമസ്കരിച്ച സ്ഥലത്ത് നിന്ന് മാറി നിന്ന് നമസ്കരിക്കുക എന്നുള്ള ആ സുന്നത്ത് സ്വീകരിക്കുമ്പോൾ മറ നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ഒന്നുകിൽ ഒരൽപ്പം ഒരടി പിന്നിലോട്ട് നീങ്ങിയാൽ നേരത്തെ നമസ്കരിച്ച അതേ മറ തന്നെ നമുക്ക് സുന്നത്ത് നമസ്കാരത്തിലും മറയായി സ്വീകരിക്കാം. അതല്ലെങ്കിൽ അല്പം ഇടത്തോട്ടോ വലത്തോട്ടോ മാറി നിന്നാലും നമുക്ക് മറ കിട്ടുമെങ്കിൽ ആ രൂപമാണ് നിർവഹിക്കേണ്ടത്. അതല്ലാതെ ഒരിക്കലും മറയില്ലാത്ത ഒരവസ്ഥ വരുന്ന ഒരു സാഹചര്യം ഇല്ലാതെയാക്കണമെന്നുള്ളത് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ചെറുതെങ്കിലും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളിൽ സ്ഥിരപ്പെട്ടതാണ് എങ്കിൽ അത് പാലിക്കുവാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു പറഞ്ഞ, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നവരാണ് എങ്കിൽ എന്നെ പിൻപറ്റണമെന്ന് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു അറിയിച്ചിട്ടുള്ള ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നെ പിന്തുടരുക എന്നുള്ള
ആ ഒരു കൽപ്പന നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ പാലിക്കുക. എല്ലാ മേഖലയിലും പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അത് പഠിക്കാനും പകർത്തുവാനും അത് ആവശ്യ സന്ദർഭങ്ങളിൽ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനും അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി നബിയിന മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക, വൈയക്തിക, കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.